ലോകമോഹങ്ങളുടെ സുന്ദര വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. അപ്പൊ ഇനി തൊട്ട് 3 റൗണ്ട്സ് ആണ് നമ്മുടെ ഈ സ്റ്റേജിൽ ഉള്ളത്. ഒന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഫേവറേറ്റ് റൗണ്ട്, രണ്ടാമത്തത് മാപ്പിളപ്പാട്ട് റൗണ്ട്, മൂന്നാമത്തത് ONV സാറിന്റെ റൗണ്ട്. അതെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും നല്ല നല്ല റൗണ്ട്സ് ആണ്. കാരണം വേറൊന്നുമല്ല, ഫേവറേറ്റ് റൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ള റൗണ്ട് പാടാം. അപ്പൊ അവർക്കൊരു സ്വാതന്ത്ര്യം കിട്ടും, ഒരു ഫ്രീഡം കിട്ടും. മാത്രമല്ല അവർക്ക് ഫ്രീഡം കിട്ടുമ്പോൾ അവർക്ക് നന്നായിട്ട് പാടാൻ പറ്റും. അങ്ങനെ അവർ പാടുമ്പോഴത്തേക്കും നമുക്കും പ്രേക്ഷകർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും. 2, മാപ്പിളപ്പാട്ട് പിന്നെ എപ്പോഴും എല്ലാവർക്കും ഹരമാണ്, ഇഷ്ടപ്പെടുന്ന ആണ്. ഏത് പാട്ട് പാടിക്കഴിഞ്ഞാലും അതിനകത്തൊരു ജില്ലുണ്ട്. അതുകൊണ്ട് അത് വണ്ടർഫുൾ. അതിന് പിന്നെ ഡാൻസും കാണും. മിക്കവാറും എല്ലാ പാട്ടിനും ഡാൻസും, ഒപ്പന ഡാൻസ് എല്ലാം കാണും. പിന്നുള്ള ONV സാറ് പറയണോ, വെറുതെ മോഹിക്കുവാൻ മോഹം. ആ റൗണ്ട് ഒന്ന് കേൾക്കാൻ. അപ്പൊ നമുക്ക് ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ വിളിക്കാം അല്ലേ? ഓക്കെ, ദേവനന്ദ കുട്ടിയാണ് കേട്ടോ ആദ്യം പാടാൻ വരുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ദേവനന്ദ കുട്ടി. ഹലോ 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 ഹലോ. ഏത് പാട്ടാ? അയ്യോ അയ്യോ, നല്ല ഡ്രസ്സാട്ടോ. താങ്ക് യു ചേച്ചി. മുടി കൊള്ളാട്ടാ. താങ്ക് യു സാർ. ചുരുണ്ടാ മുടി ഇങ്ങനെ ഇട്ടേക്കണം. എനിക്ക് എന്തുപോലെ നല്ല പാട്ടാണ് കേട്ടാ. രഹസ്യമായിട്ട് പറഞ്ഞെങ്കിലും നിറക്കൂട്ട് എന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ സോങ്. ശ്യാം സാറ്, പൂവച്ചൽ ഖാദർ, ചിത്ര, അടിപൊളി പാട്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. പുതിയ മൂവിയിലും കൂടെ ഉണ്ടല്ലോ ഓസ്ലർ. ശരിയാ, നിതിൻ പാടിയിട്ടുണ്ട്. നിതിൻ കെ ശിവ. ബ്യൂട്ടിഫുൾ സോങ്. ഒരുപാട് പേര് പാടി ഇതിന്റെ മേളിൽ പാടി 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 അവസാനം ആരൊക്കെയോ പാടി. എന്തായാലും ഇപ്പൊ മോള് പാടാൻ പോണു. മന്ദാര ചെപ്പുണ്ടോ? അതായത് അമേരിക്കയിൽ ഞാനൊരു ഷോയ്ക്ക് പോയപ്പോഴത്തേക്ക് ഞാൻ ഈ മന്ദാര ചെപ്പുണ്ടോ പാടി. അപ്പൊ അവിടെ ജനിച്ച് വളർന്നൊരു കുട്ടി, പാട്ടിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള, നമ്മുടെ ഈ ടോപ്പ് സിംഗറൊക്കെ കാണുന്ന, വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, അങ്കിൾ ദാറ്റ് സോങ് വാസ് വെരി ഗുഡ് എന്ന്. ഞാൻ താങ്ക് യു മോനെ. അപ്പൊ ഞാൻ ഒരു സെൽഫി ഒക്കെ എടുത്ത് എന്നിട്ട് പറഞ്ഞു, ഈസ് ദിസ് യുവർ സോങ്? ഞാൻ പറഞ്ഞു, അപ്പം യു സെഡ് ദാറ്റ് യു ലൈക്ക് ദ സോങ്. ഐ ലൈക്ക് ദ സോങ് ബിക്കോസ് ഇറ്റ് വാസ് സങ് ബൈ തൈക്കുടം ബ്രിഡ്ജ്. ഞാൻ പറഞ്ഞു, മോനെ, ദിസ് വാസ് സങ് ലോങ് ബിഫോർ ദാറ്റ്, വെരി ലോങ് ബിഫോർ ദാറ്റ് ബൈ മീ. അത്ര വിശ്വാസമായില്ല. അപ്പൊ ദേവൂസ്, എന്തോ മനോഹരമായിട്ട് പാടാൻ ശ്രമിക്കുക. ആ ശ്രമം വിജയിക്കട്ടെ അല്ലേ മധു? അതെ, നല്ല കോൺഫിഡൻസോടുകൂടി. തേൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ചേച്ചി.
എക്സ്ട്രാ. സൂപ്പർ. ദേവനന്ദ എന്തോ നന്നായിരുന്നു. താങ്ക് യു സാർ. മോള് നന്നായിട്ട് അത് പഠിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. എന്തോ അത്? ശ്രുതി. ശ്രുതി. എപ്പോഴും നമ്മൾ ശ്രുതി നോക്കണം. നമ്മൾ അന്തം വിട്ട് പാടി പോകരുത്. മോക്കൊരു ചെറിയൊരു വെപ്രാളമുണ്ട് ബേസിക്കായിട്ട്. ആ വെപ്രാളത്തിന്റെ മേളിൽ എങ്ങനെങ്കിലും അതങ്ങോട്ട് തീർത്തിട്ട് അങ്ങ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങായിരുന്നു എന്ന് ആ ഒരു ഫീലിലാണ് കണ്ടു കഴിഞ്ഞാൽ ഇരിക്കുന്നത്. നമ്മളെപ്പോഴും റിലാക്സ്ഡ് ആയിരിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് പാടാൻ പറ്റുന്നത്. നന്നായിട്ട് തന്നെ പാടി. പക്ഷെ ഒരു വെപ്രാളം ഫീല് പല സംഗതിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയ സ്ഥലങ്ങളിൽ ശ്രുതി പോയിട്ടുണ്ട്. കുറച്ച് പ്രശ്നമില്ല. എന്തായാലും ടോട്ടലി നമ്മുടെ ഒരു പ്രേക്ഷകൻ കേൾക്കുമ്പോഴത്തേക്ക് ആഹാ എന്ന് പറയും. അത് മതി. ഇത് ലൈവായിട്ട് പാടുന്നതല്ലേ. പിന്നെ ഇതിനകത്ത് തമിഴ് അക്ഷരമൊക്കെ ഇട്ടായിരുന്നു. അതെ. ചരണത്തില് തമിഴാണല്ലോ പാടിയത്. പതുങ്കി പതുങ്കി വരും മധുമാസം മണമറുളും എന്നൊക്കെ പാടി. അതെന്ത് പറ്റി? അത് ഇറങ്ങിപ്പോവാൻ ഇങ്ങനെ തോന്നിയില്ലേ? പതുങ്കി വരും മധുമാസം മണമറുളും മലർമാസം എന്നൊക്കെ പറഞ്ഞിട്ട് മധുവിന് ഒരു ഭയങ്കര ദേഷ്യം വന്നു. എന്റെ മധുവാണ് കൂടെ മദ്രാസിൽ പോണേ. ദേവനന്ദ എന്തോ നന്നായിട്ട് പാടി. താങ്ക് യു സാർ. നന്നായിരുന്നു പാടിയത്. ഇപ്പോ ശ്രീകുണിച്ചേട്ടൻ പറഞ്ഞ പോലെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് നല്ല രസമായിട്ട് തന്നെയാണ് മോള് പാടിയത്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ചൂഴ്ന്നു നോക്കുമ്പോൾ ലാൻഡിങ് സസ്റ്റെയിൻ നോട്ട്സ് ഒക്കെ കുറച്ച് ശ്രുതിയിൽ, കുറച്ച് വിബ്രാറ്റോ ഒക്കെ, കുറച്ച് വിബ്രാറ്റോ എന്നല്ല വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചൊരു ധൃതി ഫീൽ ചെയ്യുന്നുണ്ട് മോളുടെ പാട്ടിൽ. കുറച്ച് റിലാക്സ് ആകാം എന്ന് എനിക്ക് തോന്നി കേട്ടോ. ശ്രുതി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. തമിഴ് സംസാരിക്കാറുണ്ടോ? അവർക്ക് എന്തോ ഒരു ബാധ കയറി. കാരണം ഹിന്ദി പറയും, മലയാളം പറയുമ്പോഴത്തേക്ക് തമിഴ് വരും. തമിഴ് സംസാരിക്കാറുണ്ടോ? ഓക്കെ. ഹിന്ദി സംസാരിക്കോ? ഇല്ല. അപ്പൊ എന്തായാലും ഈ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അത് മുടിയിൽ നിറച്ച സംഗതികളാണല്ലോ. അതെ, സംഗതികളാണ് മൊത്തത്തില്. ഓക്കെ, എന്തായാലും കൊള്ളാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. ഗോഡ് ബ്ലെസ് യു. ദേവുട്ടാ, എന്തോ എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഉഗ്രൻ പെർഫോമൻസ് തന്നെയായിരുന്നു. നല്ല രസമായിരുന്നു. ഒരുപാട് പോർഷൻസ് ആഹാ ഉഷാറായിട്ട് പാടി. മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉഷാറായിട്ട് പാടി, ചില സ്ഥലത്തൊക്കെ സുമാറായിട്ട് പാടി. മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമുള്ളൂ. ചെറിയ പിച്ചിങ് ഇഷ്യൂസ് അനുപല്ലവിയിലും ചരണത്തിലും മൈന്യൂട്ടായിട്ട് ഇങ്ങനെ കയറിപ്പോകാനുള്ളൊരു ടെൻഡൻസി ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സംഗതികൾ സാറ് പറഞ്ഞ മാതിരി കുറച്ച് ആ കറക്റ്റ് മീറ്ററിലല്ലാതെ കുറച്ചൊന്ന് ഓടുന്നുണ്ട്. ഒരു ആവേശം ഇങ്ങനെ കൂടിയിട്ട് ചെറുതായിട്ട്. അപ്പം അതും കൂടെ ഒന്ന് ആ ആവേശം ഒന്ന് പിടിച്ചാൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് തോന്നി. ഇതൊക്കെ മൈന്യൂട്ടായിട്ടുള്ള കാര്യം കേട്ടോ. അല്ലെങ്കിൽ അസാധ്യ പെർഫോമൻസ് തന്നെയായിരുന്നു. നമ്മുടെ ഓർക്കസ്ട്രയും തകർത്ത് വായിച്ചു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. അപ്പൊ എന്താ കൊടുക്കുക നോക്ക്. ഇപ്പൊ മീനൂട്ടി ഇവിടെ മാർക്ക് പറയുന്നത്. ചോദിച്ചാ മതി. എത്ര ചേച്ചി? ഞങ്ങളോട് എല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങള് പറ എത്ര അങ്ങളെ? പറഞ്ഞാ മതിയോ? മീനൂട്ടി പറഞ്ഞാ മതിയല്ലോ. പക്ഷെ നുണ പറയരുത്. അതെന്താ? സത്യം മാത്രം. സത്യം. 97 പറഞ്ഞു. അല്ല പിന്നെ അപ്പൊ പിന്നെ പറഞ്ഞൂടെ? അറിയാമെങ്കിൽ പിന്നെ പറഞ്ഞൂടെ? പക്ഷെ ഞാൻ 97 അല്ല പറഞ്ഞു, അതെനിക്കറിയാം. 98 ആയിരുന്നു. ആണോ? അല്ല 96 ആണ്. നീ തെറ്റിദ്ധരിക്കല്ലേ? അല്ല, ഞാൻ അത്രക്കാരിയല്ല. എത്ര ആയിരിക്കും അത്? നമുക്കൊരു ടോട്ടലായിട്ട് പാടിയതിന്റെ ഒരു അവലോകനം ചെയ്തു കഴിഞ്ഞാൽ എത്ര മാർക്ക്? 97 കൊടുക്കാം എന്ന് പറയുന്നു. സോ we are giving you 99 out of 100. താങ്ക് യു സാർ. അതാ ഞാൻ പറഞ്ഞു. ആൻഡ് ഒരു ഷംസാർ പൂക്കുറ്റി. All the best. താങ്ക് യു ചേച്ചി. കുസൃതിക്കൂട്ടിലെ കുറുമ്പിക്കുട്ടി നമ്മുടെ ദ്വിതിക്കുട്ടി എത്തുന്നു. വെൽക്കം ദ്വിതി ഓൺ സ്റ്റേജ്.
ഉണ്ണിയാർച്ചയോ? ഉണ്ണിയാർച്ചയാ? അല്ല, പിന്നെ ആരാ? ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ. മയിൽപ്പീലി എവിടെ? അതെ, കൽപ്പരിയൊന്നും വേണ്ട. ഓടക്കുഴൽ എവിടെ? ഓടക്കുഴൽ എവിടെ? അതെ, അത് മൈക്കാക്കിക്കും. കയ്യില് വെണ്ണ എവിടെ? വെണ്ണയോ? വെണ്ണ അവിടെ ഇരിപ്പുണ്ട്. ബ്ലൂ എന്റെ കളർ അമ്മയുടെ അല്ലല്ലോ. കയ്യിലാ. ബ്ലൂ കളർ അല്ലല്ലോ. ഓ, ഞാൻ ഇത് ബലരാമനാ, ബലരാമൻ. പാടിയിട്ട് ബലരാമനാ. പാടിയിട്ട് പോയിക്കോളാന്നോ? പോയിക്കോളാന്ന്. ആ കണ്ടാലേ ഈ തത്തമ്മയൊക്കെ കൊണ്ടു നടക്കുന്ന ഇതുണ്ടല്ലോ ഇങ്ങനെ കൈയൊക്കെ നോക്കി പറയുന്നത് അതുപോലെ ആ ലുക്കാ ഇപ്പൊ കാണുമ്പോൾ. അതാണോ? അല്ല. അല്ല, അതല്ല. പക്ഷെ പിന്നെ ശ്രീകൃഷ്ണൻ, ശ്രീകൃഷ്ണനെങ്കിൽ എഴുതി വെക്കണം നെറ്റിയില്, ഞാൻ ശ്രീകൃഷ്ണൻ. ഒരു മയിൽപ്പീലിയൊക്കെ വെച്ചിട്ട് വരണായിരുന്നു. എനിക്ക് ഒരു കാര്യം ചെയ്യ്. ആ. ഇവിടുന്ന് ഒരു പെൻ എടുത്തിട്ട് എന്റെ തലയിൽ എഴുതി വെക്കും. എടുത്തോണ്ട് വാ, പേൻ എടുത്തോണ്ട് വാ, എഴുതി തരാം. തലയിൽ എഴുത്തോ? ഒരു സ്കെച്ച് എടുക്കാം, അതാണ് മാഞ്ഞു പോകത്തില്ല. ആ നമുക്കേ പിന്നെ എടുത്ത്. മീനുട്ടി ബെസ്റ്റ് ഐഡിയ ഉണ്ട്. എന്ന് ആർട്ടിൽ ഇപ്പൊ ഒരു പേന വന്നിട്ടുണ്ട്, മാർക്കർ പോലത്തെ അല്ലേ? മാർക്കർ. അത് എഴുതിയാൽ ജീവിതകാലം മായത്തില്ല. ആ ആരുടെ മീശ? ആർക്കെ മീശ? ആ ശ്രീദർശന്. ശ്രീധരന്റെ മീശ പോലെ. അതെ അതെ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞ് എഴുതി വെക്കാം. ആ പിന്നെ മോക്കൊരു 40 വയസ്സ് കഴിഞ്ഞാലും ഇതിവിടെ ഇങ്ങനെ കിടക്കും, ഞാൻ ഞാൻ ശ്രീകൃഷ്ണൻ. അപ്പൊ ആൾക്കാരൊക്കെ എന്തോന്നു അങ്ങനെ ചോദിക്കും. എന്റെ നെറ്റിയിൽ എഴുതണ്ട. പിന്നെ പറഞ്ഞില്ലേ ഒരു പേന എടുത്ത് എഴുതിക്കൊള്ളാൻ പറഞ്ഞു. എന്റെ നെറ്റിയിൽ എഴുതണ്ട. എഴുതിക്കൊള്ളാൻ പറഞ്ഞല്ലോ. ഞാൻ സമ്മതിച്ചില്ലല്ലോ. മീനുട്ടി അത് ശരിയല്ല. ഞാനൊന്ന് പാടിയിട്ട് പോയിക്കോട്ടെ. തളന്നാ വരുന്ന ഇങ്ങോട്ട്. ഏതാ പാട്ട്? ഗുരുവായൂരപ്പന്റെ ഗുരുവായൂരപ്പന്റെ ഏത് പാട്ട്? പാട്ട് ഗുരുവായൂരപ്പന്റെ തിരുവമൃതത്തിന് ഉരുളി നിരിച്ചും. തിരുവനന്തപുരത്തിനോ? അങ്ങളെ എവിടെ? അങ്ങളെ അല്ല ഞാൻ കണ്ട അങ്ങനെ. ഗുരുവായൂരപ്പന്റെ തിരുവമൃതത്തിന്. ഓ തിരുവമൃതത്തിന്. ഓ തിരുവമൃതത്തിന്. ഓക്കെ. പിന്നെ പിന്നെ ഉരുളി നിറച്ചും പാൽച്ചോറ് വെച്ചു. ഉളുരിയോ? ഉരുളി. ഉളരിന്നല്ലേ കേക്കണേ? ഉളുരിന്നാ ഞാൻ കേട്ടു. ഉളരിയല്ല, ഉരുളി. ഉളുരി. ഉരുളി നിറച്ചും. ഗുരുവായൂരപ്പന്റെ തിരുവമൃതത്തിന് ഉരുളി നിറച്ചും പാൽച്ചോറ് വെച്ചു, കദളിപ്പഴം വെച്ച്, പഞ്ചാര നേദിച്ചു, തുളസിപ്പൂ ഇട്ടു, ഞാൻ പൂജിച്ചു. എന്റെ അമ്മ. ഇപ്പഴാ മനസ്സിലായത്. ഇപ്പോഴാണ് ക്ലിയർ ആയത് അല്ലേ? നേരത്തെ തിരുവനന്തപുരം അതെ, ഉളുരി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കുഴപ്പമായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, പാടാൻ വിട്ടുകൊടുക്കാം. അതെ, അതാ നല്ലത്. വന്ന് പറഞ്ഞ പോലെ പാടിയിട്ട് പോയിക്കോട്ടെ അല്ലേ? എന്നാ പാടിക്കോ. പാടിക്കൊള്ളു. പാൽച്ചോറ് വെച്ചു, കദളിപ്പഴം
ജിതിക്കുട്ടി എന്തോ ഐ ലവ് യു. ഐ ലവ് യു ടു. അസലായിട്ട് പാടി, നല്ല രസമുണ്ടായിരുന്നു പാടിയത് കേട്ടോ. ആ ഗ്ലുമൊക്കെ വന്നൊക്കെ വിട്ടേരെ, അതൊന്നും സാരമൊന്നുമില്ല. അത് ചിലപ്പോൾ നമുക്ക് ഈ എന്താണ് ഉമിനീര് ഇറങ്ങുമ്പോഴത്തേക്കൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും വരും, സാരമില്ല. പക്ഷെ നല്ല സെലക്ഷൻ. അറിയാവോ? അറിയാം. എങ്ങനെയാ 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 പറയും. വെള്ളം ഇറക്കത്തില്ലേ, വെള്ളം ഇറക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ അവിടെ ചെന്ന് നിൽക്കുമ്പം പാട്ടും ഈ വെള്ളം, പാട്ട് വേണോ വെള്ളം വേണോ, വെള്ളം വേണോ പാട്ട് വേണോ, പാട്ട് വേണോ വെള്ളം വേണോ, അവര് തമ്മിൽ അടിപിടി. ഒരു ഒരസൽ വരുമ്പോഴത്തേക്ക് ഗുളും എന്നൊരു ശബ്ദം വരും. കുളൊന്നും വന്നില്ലല്ലോ എന്നിട്ട്. ആ ശകലം വന്നു, സാരമില്ല. പാട്ടിന്റെ സെലക്ഷൻ സൂപ്പർ. ഗുരുവായൂരപ്പൻ, ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ചിത്രത്തിൽ ദക്ഷിണാമൂർത്തി സ്വാമിയും അതുപോലെ തന്നെ ONV സാറും ചേർന്ന് എഴുതിയ ഒരു പാട്ട് അമ്പിളി. എൻ്റെ അടുത്ത കുടുംബത്തിലുള്ളൊരു അംഗമാണ് അമ്പിളി, മദ്രാസിലല്ലേ? മദ്രാസിൽ. അമ്പിളിയുടെ അമ്മയെ എൻ്റെ അച്ഛൻ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ബന്ധങ്ങളൊക്കെ ഉണ്ട്, അത് പോട്ടെ. എന്നാലും ചില പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ ഈണത്തിനെ മറികടക്കുന്ന, അല്ലെ ഈണത്തിന്റെ മുകളിൽ അതിൻ്റെ ലിറിക്സ് നിൽക്കും. ആ ഒരു ഗണത്തിൽ വരുന്ന ഒരു പാട്ടാണ് ഈ ഗുരുവായൂരപ്പൻ്റെ. ദക്ഷിണാമൂർത്തി സ്വാമി അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ മുകളിലാണ് ONV സാറിൻ്റെ സ്ഥാനം ഈ പാട്ടിൽ. ആ വരികൾ അത്രത്തോളം അട്രാക്റ്റീവാണ്. നമ്മൾ ശരിക്കും വരികൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഞാനാണോ എന്ന് തോന്നിപ്പോവും, അത്രയ്ക്ക് മനോഹരമായിട്ടാണ്. ഓള് നന്നായിട്ട് പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ദ്യുതിക്കുട്ടി നന്നായിട്ട് പാടിട്ടോ. താങ്ക് യു. ഇപ്പൊ കൃഷ്ണനല്ല സത്യത്തില്, എനിക്ക് മനസ്സിലായി ആരാന്ന്. ആരാ? ഉണ്ണി നമ്പൂരി. അല്ല. അതെ, ഈ പാട്ട് ഉണ്ണി നമ്പൂരിയുടെ പാട്ടാ. എന്താ ഞാനതല്ല. കുട്ടി ഉണ്ണി നമ്പൂരിയാ. അല്ല. അതെ, എനിക്ക് മനസ്സിലായിരിക്കണു. അതായത് ഇതിന്റെ കഥ അറിയാമോ ഈ പാട്ടിന്റെ? പകുതി ഇച്ചിരി ആ, കേട്ടിട്ടുണ്ട്. എങ്ങനെയാന്ന് കേട്ടിട്ടുണ്ടെന്നല്ല, കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നേ. അയ്യോ, ആ, അങ്ങനെയാണെങ്കിൽ എന്റെ അമ്മയുടെ ഫോൺ ഒന്ന് മേടിക്കണം. അമ്മയുടെ ഫോണിലാണ് ഇരിക്കണെല്ലാം. ആ. എന്നാ ഞാൻ പറയട്ടെ. ആ, ഗുരുവായൂരപ്പനെ അറിയില്ലേ? അറിയാം. അവിടെ പണ്ട് നമ്പൂതിരി മേൽശാന്തി പൂജിക്കുമായിരുന്നു. ആ. അപ്പൊ ഒരു ദിവസം അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ല പൂജിക്കാൻ. അതിന് അദ്ദേഹത്തിന്റെ മോനെ വിട്ടു. വിട്ടു. ആ, അപ്പൊ മോൻ അവിടെ പൂജിക്കാൻ അങ്ങനെ അധികം പരിചയമൊന്നുമില്ല. പൂജിച്ച് അമ്പലത്തിന്റെ ഉള്ളിൽ കയറി പൂജകൾ ആ മോൻ അറിയുന്ന രീതിയിലുള്ള പൂജകളൊക്കെ ചെയ്ത് അവസാനം നേദ്യം വെച്ചു. നേദ്യം അറിയില്ലേ? നേദ്യം എന്ന് പറഞ്ഞാൽ അറിയാമോ? ചോറ്, പായസം, അങ്ങനെയുള്ള നിവേദ്യം. പക്ഷെ ഇതിന്റെ അകത്ത് ചോറില്ലല്ലോ. ചോറുണ്ട്, ഗുരുവായൂരപ്പന് ചോറുണ്ട്. ചോറും പാൽച്ചോറ്, ഗുരുവായൂരപ്പന് അതെ, ചോറ്, വെണ്ണ, തൈര്, ഉണ്ണിമാങ്ങ, കണ്ണിമാങ്ങ അച്ചാറില്ലേ, അതൊക്കെ കൊടുക്കും. അപ്പോൾ ഈ കുട്ടി നേദ്യം വെച്ചപ്പോൾ ഗുരുവായൂരപ്പൻ കഴിക്കണില്ല. ഇങ്ങനെ കാണിക്കുന്നുണ്ട്, പക്ഷെ ഗുരുവായൂരപ്പൻ കഴിക്കുന്നില്ല. അപ്പോൾ കുട്ടിക്ക് സംശയമായി, ഉണ്ണി നമ്പൂരിക്ക് സംശയമായി, അച്ഛൻ കൊടുക്കാത്തോണ്ടാണോ ഗുരുവായൂരപ്പൻ കഴിക്കാത്തേ എന്നൊരു സംശയം. അങ്ങനെ സങ്കടം വന്നിട്ട് പാടുന്ന പാട്ടാണിത്. അത് കഴിഞ്ഞ് ഇങ്ങനെ സങ്കടം കണ്ടപ്പോ ഗുരുവായൂരപ്പൻ സഹിക്കാൻ പറ്റിയില്ല ഗുരുവായൂരപ്പന്. ഗുരുവായൂരപ്പൻ പറഞ്ഞു, എനിക്ക് തൈരും ഉണ്ണിമാങ്ങയും കണ്ണിമാങ്ങയും അച്ചാറും കൂടിയാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ചോറും തൈരും ആ കണ്ണിമാങ്ങ അച്ചാറും കൂടി കൂട്ടിക്കുഴച്ച് ഗുരുവായൂരപ്പന് കൊടുത്തപ്പോ കൃഷ്ണൻ സന്തോഷമായിട്ട് കഴിച്ചു. അത് മുഴുവൻ അങ്ങോട്ട് കഴിച്ച് തീർത്തു. നട തുറന്ന അവസാനം നേദ്യത്തിന്റെ കുറച്ച് ബാക്കി കൊടുക്കണമല്ലോ, പാത്രമൊക്കെ കാലി. അപ്പൊ അവിടെ കൂടി നിന്ന ഭക്തജനങ്ങളും അമ്പലത്തിലെ മറ്റുള്ള അംഗങ്ങളും വിചാരിച്ചു ഈ മോൻ ഉണ്ണി നമ്പൂരി ഇത് കഴിച്ചതാണെന്ന് വിചാരിച്ചു. ഗുരുവായൂരപ്പനാണല്ലോ കഴിച്ചത്, അവർക്കറിയില്ല. അപ്പൊ എല്ലാരും കൂടി കുട്ടി ചീത്ത പറയാൻ തുടങ്ങി. കുട്ടിയുടെ അച്ഛനെ വിളിച്ചു വരുത്തി. അച്ഛൻ ഇങ്ങനെ തല്ലാൻ തുടങ്ങി, ചീത്ത പറഞ്ഞ് തല്ലാൻ തുടങ്ങിയപ്പോ അതെ, ദുതിയെ തല്ലുന്ന പോലെ. അപ്പൊ വിഗ്രഹത്തിന്റെ അവിടെ നിന്നൊരു ശബ്ദം, ഉണ്ണിയല്ല കഴിച്ചത്, ഞാനാണ് കഴിച്ചതെന്ന് ഉള്ളിന്ന് ഒരു അശരീരി. മനസ്സിലായോ? അതാണ്. ഇതുപോലെ എത്ര കഥകളാണ് ഉണ്ണിക്കണ്ണന്റെ, അല്ലേ? ഗുരുവായൂരപ്പന്റെ കുറേ കഥകളുണ്ട്. പിന്നെ ഉണ്ണിമാങ്ങ, തൈര്, ചോറ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ മീനൂട്ടിനെ നോക്കി. നല്ലൊരു പാട്ട് മധുചേട്ടൻ പറഞ്ഞ മാതിരി, ആ എന്താ പറയുക, മധുചേട്ടൻ പറഞ്ഞ മാതിരി ആ നല്ലൊരു കഥ ഉള്ള പാട്ട് അല്ലേ? എന്താ സത്യല്ലേ? മൃദുലവിടെ സ്റ്റക്കായി. തൈരിലും കണ്ണിമാങ്കിലും ചോറും. സത്യം അതാണ്. വായിൽ വെള്ളം വന്നിട്ട് പറയാ. ദിദികുട്ടി, മധുചേട്ടൻ പറഞ്ഞ മാതിരി മധുചേട്ടൻ പറഞ്ഞ മാതിരി
ശരി എന്താ ആ, അതാ പറ്റിയത്? നല്ലത് ആ, പക്ഷെ അതാ മൃദു നല്ലത്. ചേച്ചി ഇപ്പൊ ഇതിന്റെ കാര്യം പറഞ്ഞോണ്ടാണ് വേറൊരു സാധനം കഴിച്ചിട്ടുണ്ടോ MG അങ്കിൾ അതിന്റെ പേരെന്തായിരുന്നു ഒരു ഉരുള പോലെ എനിക്ക് കൊണ്ടു തന്നില്ല ഒരു പ്രാവശ്യം ഗുരുവായൂരെങ്ങാനും പോയപ്പോ ആ ഇങ്ങനെ ചോറിലിട്ട് അയ്യോ എന്നാ രുചിയായിരുന്നു ഉപ്പുമാങ്ങ ആ. MG അങ്കിൾ എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നില്ലേ അതിന് ഒരു ഉരുള എന്നിട്ട് അതിൽ നിന്ന് ഇച്ചിരി എടുത്ത് എന്നാ ഒരു പുളിയും ഉപ്പും തൈരിന്റെ കൂടെ ഉപ്പും ആ, മാങ്ങയില്ലേ? ഇത് ആ. ഞാൻ- അതിന്റെ പേരെന്താ ഇത് ഞാൻ പറഞ്ഞുതരാം. വേപ്പിലക്കട്ടി. ആ, വേപ്പിലക്കട്ടി, അയ്യോ വേപ്പിലക്കട്ടി. എന്നാ രുചിയായി പിന്നെയും വായിൽ വെള്ളം വരുന്നു. അത് തീർച്ചായിരുന്നു അത് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട 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 മാർക്ക് പറഞ്ഞു മൃദുലയ്ക്ക് സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം. അതെ, ഒന്നും പറയാൻ മൃദുല പറയേണ്ട കാര്യം ഞാനങ്ങ് പറയാണ്. മോളെ മൃദുല ചേച്ചി പറയുന്നു, മൃദുല ആന്റി പറയുന്നു, മോൾ അസലായിട്ട് പാടിയെന്നു. ഓക്കെ, സോ ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകുരേ. ലവ് യു ദ്യുതിക്കുട്ടി. I love you too. അത് തന്നെ മൃദുല ചേച്ചിക്കും പറയാനുള്ളത്. പറയാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. all the best. Thank you. Ta-ta. പാട്ടിന്റെ കൂട്ടിൽ നിന്നും ഒരു മലപ്പുറംകാരി കുട്ടി എത്താണ്. വെൽക്കം ദ്രൗപതി ഓൺ സ്റ്റേജ്. ദ്രൗപു എന്തോ സർ? ബ്യൂട്ടിഫുൾ താങ്ക് യു സർ. ഡ്രസ് നന്നായിട്ടുണ്ട്. കാരണം ആ ഷെയ്ഡ് ഇങ്ങനെ വന്ന് താഴോട്ട് അതെ, അതെ, ഇറങ്ങുമ്പോ ലാവൻഡറിലോട്ട് വരുന്ന ആ പേർപ്പിൾന്ന് വഴിയുണ്ട്. ലാവൻഡറിലേക്കുള്ള ഒരു യാത്ര. യാത്ര അതെ, ആ, സൂപ്പർ. ഒരു യാഡ്ലിയുടെ മറ്റേ ആ സോപ്പും കൂടെ ഉണ്ടെങ്കിൽ. തീരുമാനമായി. അപ്പൊ ഇന്നൊരു ക്ലിയോപാട്ര ആയിട്ടാണ് നിൽക്കുന്നത്. ഏത് പാട്ടാണ്? കുന്നത്തെ കൊന്നയ്ക്കും. ആ, നമ്മുടെ കേരളവർമ്മ പഴശ്ശിരാജ. അതെ. ഹരിഹരൻ സാർ ഡയറക്ട് ചെയ്ത മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ്. രാജാ സാറാണ് അതിന്റെ മ്യൂസിക്. ONV സാറാണ് എഴുതിയത്. പാടിയിരിക്കുന്നത് ചിത്ര ചിത്ര. ചേച്ചി. അപ്പൊ ഈ പാട്ട് പാടുമ്പോ ഞാൻ വിചാരിച്ചു നല്ല ഉണ്ണിയാർച്ചയുടെ പോലെ വരുമായിരിക്കും. എന്തായാലും പാട്ട് നന്നായി പാടാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ദ്രൗപു എന്തോ സർ? മനോഹരം. താങ്ക് യു സർ. ഈ പാട്ട് ഇതിന്റെ താളത്തിന്റെ ഒരു പേസ് ഉണ്ടല്ലോ, അത് ഭയങ്കര വലിച്ചിട്ടാണുള്ളത്. അപ്പൊ അതിനകത്ത് നിർത്തി പാടുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം പല ഗായികമാരും ഞാൻ പാടുന്നത് കേട്ടിട്ടുണ്ട് ഈ പാട്ട്, അവരെല്ലാം കഷ്ടപ്പെടുന്നതും കണ്ടിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ശ്വാസം വലിയ പ്രയാസമാണ് ഇതിനകത്ത്. ഈ താളത്തിൽ ഇത് കുറച്ചുകൂടെ സ്പീഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒപ്പിക്കാം. പക്ഷെ ഇത് സ്പീഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പാട്ടിന് വേണ്ട കറക്റ്റ് സ്പീഡ്. കുറച്ച് സ്ലോ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാട്ടുകാർക്ക് സ്ലോ ആയെന്നൊരു പ്രശ്നമുണ്ട്. മോൾ അത് മാനേജ് ചെയ്ത് നന്നായിട്ട് കൊണ്ടുപോയി, നന്നായിട്ട് പാടും. താങ്ക് യു സർ. ഒന്ന് രണ്ട് സ്ഥലത്തുണ്ട്. കാരണം ഈ ശ്രുതി തുണയായി അത് അവിടെ വരുമ്പോൾ സാന്നുള്ള ചേരണം. പിന്നെ പൊന്മോതിരം ഏതോ ഒരു സ്ഥലത്തോ രണ്ട് സ്ഥലത്തോ എന്തോ ഒരു അത്ര ക്ലാരിറ്റി വന്നില്ല, വേറെ 2-3 സ്ഥലത്ത് ക്ലിയർ ആയിട്ട് വന്നു. അപ്പൊ അത് വന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് പിന്നെ മറ്റേത് ആ ലൈവായിട്ട് പാടുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ മിസ്റ്റേക്ക് ആണെന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പൊ അതിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാം. മൊത്തത്തിൽ നന്നായിരുന്നു. അത് ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ ടോപ്പ് ബാൻഡ്, ഒരു രക്ഷയില്ല എൻ്റെ അമ്മു. കാരണം അവര് ശരിക്കും രാജാ സാറിന്റെ സ്റ്റുഡിയോയിൽ ഇരുന്ന് കേട്ടവരിരുന്നു. ഇതൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാനവിടെ ഉണ്ട്. കാരണം ഈ പടത്തിൽ ഞാൻ ഇൻവോൾവ് ആണ്. അത് കാരണം എല്ലാ ദിവസവും അവിടെ അറ്റൻഡൻസ് വയ്ക്കണം എന്നുള്ള ഒരു മസ്റ്റാണ് അവിടെ. അത് അദ്ദേഹത്തിന് അറിയാം. കാരണം എന്നെക്കാട്ടി കൂടുതൽ രാജാ സാറിന് വേണ്ടി പാടിയ മധുവാണ്. അപ്പം അവിടെ നമ്മളൊരു പടത്തിന് അന്നത്തെ സമയത്ത് ഒരു പടത്തിന് ഇപ്പം കാലാപ്പാനി ഉണ്ടെങ്കിൽ അവിടെ ഉണ്ട്, നമ്മളവിടെ കാണണം. കുറച്ച് ദിവസത്തേക്ക് അവിടെ വേണം. ആ റെക്കോർഡിങ് കഴിയുന്നവരെ അവിടെ സ്റ്റുഡിയോയിൽ, ഏത് സ്റ്റുഡിയോ എന്ന് വെച്ചാൽ അവിടെ കാലത്ത് 7 മണിക്ക് വരിക, തീരുമ്പോൾ പോവുക. ചിലപ്പോൾ ഒരു ഹമ്മിങ്ങോ, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഗ്രൂപ്പോ, ചിലപ്പോൾ ഒരു പാട്ടോ, ഒന്നും പറയാൻ പറ്റത്തില്ല. ഏതായാലും നന്നായി. താങ്ക് യു സർ. ദ്രൗപദി എന്തോ സർ? അസലായി, ഉഗ്രനായിട്ട് പാടി. താങ്ക് യു വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല ഫ്ലോ ഉണ്ടായിരുന്നു, നല്ല ലയിച്ച് പാടി. പറഞ്ഞ പോലെ ഇത്തിരി ടഫായിട്ടുള്ള ഒരു ഇതാണ് ഇങ്ങനെ ഇത്തിരി ഈ ഒരു ടെമ്പോയിൽ പാടുക എന്ന് പറഞ്ഞാൽ. ഇങ്ങനത്തെ ഒരു മെലഡി പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് വളരെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തു. താങ്ക് യു സർ. പൊന്മോതിരം അങ്ങനെ സംഭവമില്ലേ, അതാണ് ചില സ്ഥലത്തൊക്കെ സ്ലിപ്പായി പോയത്. അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള സംഗതിയാണത്. കറക്റ്റായിട്ട് വരണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് അത്. ചില സ്ഥലങ്ങളെല്ലാം വളരെ നന്നായിട്ട് വന്നു. പിന്നെ ചെറിയ മൈന്യൂട്ട് പിച്ച് പ്രോബ്ലംസ്, അത് ശ്രീകുട്ടനങ്ങളെ സൂചിപ്പിച്ചു. അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വേറെ യാതൊരു പ്രശ്നങ്ങളും ദ്രൗപദിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പാട്ടില്. വളരെ നന്നായിരുന്നു. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദ്രൗപദി കുട്ട, എന്തോ ഉഗ്രൻ പെർഫോമൻസ്. താങ്ക് യു. ഇത് എല്ലാവരും പറഞ്ഞ മാതിരി ഇത് ടഫാണ്. ഞാനും പാടിയിട്ടുള്ളതാണ്. അപ്പം എനിക്കറിയാം ലൈവായിട്ട് പാടുമ്പോൾ ബ്രെത്ത് കപ്പാസിറ്റി നന്നായിട്ട് വേണം, ഉണ്ടെങ്കിലേ അത് പാടാൻ പറ്റും. അതിൻ്റെ അത് മാത്രമല്ല, കുറേ അതിൻ്റെ ചിത്രചേച്ചി അത് പാടിയിരിക്കണതിൻ്റെ ഭയങ്കര ഡൈനാമിക്സ് ഒക്കെ കൊടുത്താണ് പാടിയിരിക്കുന്നത്. അത് കുറച്ചുകൂടെ വേണമെങ്കിൽ വരായിരുന്നു അങ്ങനെ ഒരു കുറച്ചുകൂടെ വരുത്തായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് ചെറിയൊരു സജഷനാണ് കേട്ടോ. നല്ലതായിട്ട് പാടിയിട്ടുണ്ട്. ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. പൊന്മോതിരം അത് തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നത് മൈക്ക് പാടുന്നുണ്ട്, മോള് കറക്റ്റായിട്ട് തന്നെ പാടുന്നുണ്ട് തോന്നുന്നു. പക്ഷെ ക്ലിയർ ആവുന്നില്ലായിരുന്നു മൈക്ക്. കുറച്ചുകൂടെ ഒന്ന് അനുനാസിക വരുന്ന സ്ഥലത്ത് മൈക്ക് മൂക്കിൻ്റെ അവിടേക്ക് വെക്കണം. അപ്പൊ ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. അതർവൈസ് ഒരു എക്സലന്റ് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സോ ഇത്ര ടഫായിട്ടുള്ള ഒരു പാട്ട്
പാടി കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടെന്നും പറയാം ഇല്ലെന്നും പറയാം അല്ലേ? അത് പറഞ്ഞു 98 മതിയെന്ന്. മധു ഒരു പാട്ട് തന്നു, അതിനൊരു മാർക്കെന്ന് പറഞ്ഞു. പിന്നെ മൃദുല പറഞ്ഞു ഇത്രയും കഷ്ടപ്പെട്ട് പാടിയില്ലേ അതുകൊണ്ടൊരു മാർക്ക് തന്നു. എല്ലാം കൂടെ ചേർത്തപ്പോ എത്ര? 100 out of 100. ആദ്യ ഒരു രാജാ സർപ്പുകുറ്റി. ദ്രൗപദി കുട്ടി, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്, മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്. കനവില് വന്നോള് എൻ കരളായി പോന്നോള്, കനവില് വന്നോള് എൻ കരളായി പോന്നോള്. പരിണയരാവിൽ പവനൊരുകുമ്പോൾ ഹൃദയം തന്നോള്, ധനഹാ പെരുന്നാൾ ബാൻഡടി പോലെ പെട്ടിപോൽ കൊഞ്ചിട്ട് എട്ടെന്ന് ചുറ്റിട്ടോള്. ഇനി കാത്തിരുന്നൊരാ നാളെത്തി, ഒട്ടിയൊട്ടിയിട നെഞ്ച് മുട്ടി കഥ തുടരും ഇതിവരുടെ കല്യാണം. അവർക്കിനി എന്നും പെരുന്നാള്, അനുഗ്രഹം വേണം പുണ്യാള. അവർക്കിനി എന്നും പെരുന്നാള്, അനുഗ്രഹം വേണം പുണ്യാള. മനമറിയുന്നോള് മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്, ഇവളാ കെട്ടിയോള്. മനമറിയുന്നോള് മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്, ഇവളാ കെട്ടിയോള്. എന്റെ മറിയെ നീ ചിരിച്ച ആ ചിരിയിൽ ഫുൾ ഹാപ്പി, ചിരിയില്ലേ മൊത്തം പോക്ക. അമ്പ് പെരുന്നാൾ ചേലോടെ എന്റെ മുന്നിൽ വന്നവളാ, അന്ന് തൊട്ടേ ഉള്ളാകെ വമ്പ് കാട്ടണ പെണ്ണിവളാ. ആരുമില്ല നേരത്ത് ഗാരമോതും കണ്ണിവളാ. വീട് നിറയെ പിള്ളേരായി എന്നാടു വാഴാൻ പോണോളാ. പാതിരാവിൽ വാതിലെന്നും ചാരിടുന്നോള്, പാതിയായി എന്നും എന്നിൽ ഒട്ടിടുന്നോള്. അവർക്കിനി എന്നും പെരുന്നാള്, അനുഗ്രഹം വേണം പുണ്യാള. അവർക്കിനി എന്നും പെരുന്നാള്, അനുഗ്രഹം വേണം പുണ്യാള. അന്തി ചായണ നേരത്ത് നെഞ്ചിനുള്ളിൽ ഓർമ്മകളാ, ഒന്ന് വന്നിൻ ചാരത്ത് തൊട്ടുരുമാനുള്ളവളാ. ആരുമാരും കാണാതെ അന്നാദ്യ മുത്തം തന്നവള്, ആരുമില്ല കാലത്തും എൻ താങ്ങിനായി വേണ്ടവള്. പള്ളിമേട പോലെ എന്നും മുള്ള മുള്ളോള്, പ്രാണനായി എന്നും എന്നിൽ വാണിടുന്നോള്.
നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഒരു അടിപൊളി എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.